നമ്മുടെ യൂട്യൂബ് ചാനൽ എങ്ങനെയെങ്കിലും വളർത്തിയെടുക്കാനും കൂടുതൽ വ്യൂസ് നേടാനും യൂട്യൂബ് ടിപ്സ് ഒക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ചിലതൊക്കെ വർക്കാകും, ചിലതൊക്കെ വർക്കാകില്ല. കാരണം യൂട്യൂബിൽ പുതിയ പുതിയ മാറ്റങ്ങൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. യൂട്യൂബ് അൽഗോരിതവും ചേഞ്ച് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പല യൂട്യൂബ് ടിപ്സും ഔട്ട്ഡേറ്റഡ് ആയിട്ടുണ്ടായിരിക്കും. ഇത് ചാനലിൽ ഉപയോഗിക്കുന്നത് മൂലം ചാനലിന്റെ ഗ്രോത്തിനെ കാര്യമായിട്ട് ബാധിക്കുകയും നമ്മുടെ ടൈം നഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സ് ആണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. 2024 ഇത്തരം ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സ് നമ്മുടെ ചാനലിൽ നിന്ന് ഒഴിവാക്കേണ്ടതാണ്. സാധാരണയായിട്ട് ലോങ് ഡ്യൂറേഷനിലുള്ള വീഡിയോസ് യൂട്യൂബ് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യും. വൈറൽ വീഡിയോസ് ഒക്കെ ചെക്ക് ചെയ്താൽ നമുക്ക് കാണാം അത് കൂടുതലും 8 മിനിറ്റിന് മുകളിലുള്ള വീഡിയോസ് ആയിരിക്കും. മോണിറ്റൈസ്ഡ് ആയിട്ടുള്ള ചാനലുകളിൽ 8 മിനിറ്റിന് മുകളിലുള്ള വീഡിയോസിൽ കൂടുതൽ ആഡ്സ് പ്ലേസ് ചെയ്യാൻ സാധിക്കും. ചെറിയ ചാനലിൽ ലോങ് വീഡിയോസ് ഉൾപ്പെടുത്തുന്നതിലൂടെ കൂടുതൽ വാച്ച് ടൈം നേടാൻ സാധിക്കും. ഇതിലൂടെ 4000 വാച്ച് ടൈം നമുക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാനും സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലായിട്ട് കേൾക്കുന്ന ഒരു അഡ്വൈസ് ആണ് കൂടുതലും ലോങ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യണം എന്നത്. 2024 യൂട്യൂബ് ഓഡിയൻസ് റിട്ടൻഷന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്വാണ്ടിറ്റിയേക്കാൾ കൂടുതൽ ക്വാളിറ്റിക്ക് പ്രാധാന്യം കൊടുക്കണം. എങ്ങനെയെങ്കിലും വീഡിയോയുടെ ലെങ്ത് കൂട്ടാൻ ശ്രമിക്കാതെ കൃത്യമായ ലെങ്ത്തിൽ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിലൂടെ കൂടുതൽ ഓഡിയൻസ് റിട്ടൻഷൻ നേടാനാകും. ഓഡിയൻസ് റിട്ടൻഷനെ ബാധിക്കുന്ന മറ്റൊരു കാര്യമാണ് ക്ലിക്ക് ബൈറ്റ് ആയിട്ടുള്ള തംബ്നെയിൽ. ഇതും ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നേരത്തെയൊക്കെ യൂട്യൂബിൽ ക്ലിക്ക് ബൈറ്റ് ആയിട്ടുള്ള തംബ്നെയിൽ ഉപയോഗിക്കുന്നതിലൂടെ കൂടുതൽ വ്യൂസ് ലഭിക്കുമായിരുന്നു. ആ സമയത്തൊക്കെ യൂട്യൂബ് വീഡിയോസ് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ യൂട്യൂബ് ഇത് കാര്യമായിട്ട് എടുത്തിരുന്നില്ല. പിന്നീട് പുതിയ പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ വന്നുകൊണ്ടിരുന്നപ്പോൾ ഇതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഇപ്പോൾ ക്ലിക്ക് ബൈറ്റ് ആയിട്ടുള്ള തംബ്നെയിൽ ഉപയോഗിച്ചാൽ ക്ലിക്ക് ലഭിക്കും, പക്ഷേ വ്യൂസ് ലഭിക്കില്ല. കാരണം ഓഡിയൻസ് ഈ വീഡിയോ ഓപ്പൺ ചെയ്ത ശേഷം ക്ലിക്ക് ബൈറ്റ് ആണെന്ന് അറിയുമ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യും. ഇങ്ങനെ വരുമ്പോൾ ഈ വീഡിയോയുടെ ഓഡിയൻസ് റിട്ടൻഷൻ കുറയും. സോ ഓഡിയൻസ് റിട്ടൻഷൻ കുറയുമ്പോൾ യൂട്യൂബ് ഇംപ്രഷൻസ് കുറയുകയും വ്യൂസ് സ്റ്റോപ്പ് ആവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ 2024 ക്ലിക്ക് ബൈറ്റ് ആയിട്ടുള്ള തംബ്നെയിൽ ഉപയോഗിക്കുന്നത് വീഡിയോ പെർഫോമൻസിനെയും ചാനൽ ഗ്രോത്തിനെയും കാര്യമായിട്ട് ബാധിക്കും. മറ്റൊരു ഔട്ട്ഡേറ്റഡ് യൂട്യൂബ് അഡ്വൈസ് കോപ്പിയിങ് ആണ്. മറ്റുള്ളവരുടെ വീഡിയോയുടെ തംബ്നെയിൽ സ്റ്റൈല്, ടാഗ്, കണ്ടന്റ് അതുപോലെ തന്നെ ഇൻട്രോ ഒക്കെ കോപ്പി ചെയ്യുന്നത് നമുക്കത്ര യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമല്ല. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ടൈം നഷ്ടമാകും. ചാനലിൽ കാര്യമായിട്ട് ഗ്രോത്ത് ഉണ്ടാവുകയുമില്ല. നമ്മളൊരു വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും കോപ്പി ചെയ്യുമ്പോൾ ആ ഒരു വീഡിയോ നല്ല റീച്ച് ഉള്ളൊരു വീഡിയോ ആയിരിക്കും. അത് തംബ്നെയിൽ ആണെങ്കിലും വീഡിയോയുടെ ഐഡിയ ആണെങ്കിലും ഇത് ഓഡിയൻസ് കണ്ട് മടുത്തതുമായിരിക്കും. സോ അതിന് ക്ലിക്ക് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. യൂട്യൂബ് അൽഗോരിതം എപ്പോഴും പുതിയ ഐഡിയയ്ക്കും കണ്ടന്റിനുമാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഓവർ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് കാര്യമായിട്ട് പ്രൊമോട്ട് ചെയ്യില്ല. യൂട്യൂബ് അൽഗോരിതം പുതിയ കണ്ടന്റ് ആണ് ക്രിയേറ്റേഴ്സിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. കാരണം യൂട്യൂബിനറിയാം ഓഡിയൻസ് പുതിയ പുതിയ കണ്ടന്റ് ആണ് കാണാൻ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ 2024 വീഡിയോ അല്ലെങ്കിൽ തംബ്നെയിലൊക്കെ കോപ്പി ചെയ്യുന്നത് ഒരു ബാഡ് ഐഡിയ ആയിരിക്കും. ഇതുപോലെ തന്നെ യൂട്യൂബ് ടാഗ് കോപ്പി ചെയ്യുന്നതും ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ളൊരു അഡ്വൈസ് ആണ്. യൂട്യൂബ് ടാഗ് എക്സ്ട്രാക്ടർ ഉപയോഗിച്ച് നമുക്ക് മറ്റുള്ളവരുടെ വീഡിയോയുടെ ടാഗ് നമുക്ക് ലഭിക്കും. ഇത് നമ്മുടെ വീഡിയോയിൽ കൂടുതൽ വ്യൂസ് നമ്മുടെ വീഡിയോയ്ക്കും ലഭിക്കുമെന്നൊക്കെ നേരത്തെ പറയുമായിരുന്നു. എന്നാൽ നിലവിൽ ഇത് വർക്കാകില്ല. കാരണം ടാഗിന്റെ മിസ്യൂസ്, ടാഗ് സ്റ്റഫിംഗ് തുടങ്ങിയവ കൂടി വന്നപ്പോൾ യൂട്യൂബ് തന്നെ ടാഗിന്റെ ഇമ്പോർട്ടൻസ് കുറച്ചു. ഇപ്പോൾ ടാഗിന് യൂട്യൂബ് വീഡിയോയിൽ മിനിമം റോൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കൂടുതൽ ടാഗ് നമ്മുടെ വീഡിയോയിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് വലിയ പ്രയോജനമൊന്നും ഇല്ല. അതിനാൽ ടാഗിന് വേണ്ടി നമ്മൾ പ്രത്യേകം റിസർച്ച് ചെയ്ത് സമയം കളയേണ്ട ആവശ്യവുമില്ല. ആ ഒരു ടൈം നമുക്ക് തംബ്നെയിലിനും ടൈറ്റിലിനും ഡിസ്ക്രിപ്ഷനിലും ഒക്കെ വേണ്ടി ചിലവഴിക്കാവുന്നതാണ്. വീഡിയോയുമായി ബന്ധമില്ലാത്ത ടാഗ് ഉപയോഗിക്കുന്നത് കൊണ്ട് ഇത് മിസ്ലീഡിംഗ് മെറ്റാഡേറ്റയിൽ വരും. ഇത് ചാനലിനെ നെഗറ്റീവായിട്ട് ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് ആവശ്യമായിട്ടുള്ള ടാഗ് മാത്രം ഉപയോഗിക്കുക. കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ നേടാനുള്ള ടിപ്സ് ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും. കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ അതിലൂടെ കൂടുതൽ വ്യൂസ് കിട്ടും എന്നതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇത് തെറ്റായ ഒരു ധാരണയാണ്. നമ്മൾ എപ്പോഴും നമ്മുടെ വീഡിയോ കാറ്റഗറിയിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഓഡിയൻസിനെ ബിൽഡ് ചെയ്തെടുക്കുന്നതിലായിരിക്കണം ശ്രദ്ധിക്കേണ്ടത്. കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലുകളിലൊക്കെ നോക്കിയാൽ നമുക്കറിയാം അവരുടെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ടിന് അനുസരിച്ചുള്ള വ്യൂസ് അല്ല അവർക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബേഴ്സിനെ കൂടുതലായി ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. യൂട്യൂബ് കൂടുതൽ വാച്ച് ടൈമിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ക്വാളിറ്റി വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ആക്റ്റീവായ ഓഡിയൻസിനെ ബിൽഡ് ചെയ്ത് എടുക്കുക. ഇനാക്റ്റീവായ ഓഡിയൻസ് ചാനലിൽ വരുമ്പോൾ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കൂടും. പക്ഷേ ചാനലിന്റെ ഗ്രോത്തിനെ അത് ബാധിക്കുകയും ചാനൽ ഡെഡ് ആകാനും സാധ്യതയുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള യൂട്യൂബ് അഡ്വൈസ് ആണ്. 2024 നമുക്ക് ഇത്തരം യൂട്യൂബ് അഡ്വൈസ് നമ്മുടെ ചാനലിൽ ആവശ്യമായിട്ട് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഒഴിവാക്കേണ്ടതാണ്.